ഫിഷ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു 200 ഗ്രാം മീൻ ഇത് കണ്ടോ, ഈ നല്ല ദശക്കട്ടിയുള്ള മീൻ കഴുകി റെഡിയാക്കി ഞാൻ വെച്ചിരിക്കുന്നതാണ്. ഇതിനകത്ത് ചെറിയതായിട്ട് നമുക്ക് മുളക് പൊടിയും മഞ്ഞളും ഉപ്പിട്ടൊന്ന് ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം. അതിന് പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു വലിയ സ്പൂൺ മുളക് പൊടിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും, ഇത് നമുക്കൊരു 2 സ്പൂൺ വിനാഗിരി ഒഴിച്ച് ഇതൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. പിന്നെ നമുക്ക് ഒരു പച്ചമുളക്, ഒരു 2-3 വെളുത്തുള്ളി ഞാൻ ഇത് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ ഒരു 5-8 കപ്പലണ്ടിയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൈ ചെയ്ത് മേളിലിടാൻ വേണ്ടിയാണ്. ഒരു 2 വലിയ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഇടണം. ഒരു ഉള്ളി ഞാൻ സവോള നല്ലപോലെ നീളത്തിൽ അരിഞ്ഞ് നല്ല വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഫ്രൈ ചെയ്യേണ്ടതാണ്. ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർക്കണം. ഇത് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മീൻ ചേർക്കാൻ വേണ്ടിയാണ്. ഒരു സ്പൂണ് നമുക്ക് സോയാ സോസും ചേർക്കണം. നമുക്ക് ആദ്യം ഈ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീനിനകത്ത് നമുക്ക് ഒരു 1 സ്പൂൺ മുളക് പൊടിയും ഒരു ഇച്ചിരി മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി നല്ലതുപോലെ മിക്സ് ചെയ്യാം. നമുക്ക് ഈ പേസ്റ്റ് ഉണ്ടാക്കാനുള്ളതും കൂടി ഇപ്പോൾ റെഡിയാക്കി എടുക്കാം. ഈ മുളക് പൊടിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നമുക്ക് ഒരു മിക്സിയുടെ ജാറിനകത്തിട്ട് 2 സ്പൂണ് വിനാഗിരിയും കൂടെ നമുക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. ഒരു പാൻ ചൂടാക്കി ഒരു 2-3 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ആ മീൻ വറുക്കുന്നതിന് മുമ്പ് ഈ കപ്പലണ്ടി ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് എടുക്കാം. കപ്പലണ്ടി നല്ലപോലെ ബ്രൗൺ ആയിട്ടുണ്ട്, നമുക്കത് മാറ്റാം. സമയത്ത് ഈ വെളുത്തുള്ളിയും പച്ചമുളകും നമുക്ക് ഇതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. പച്ചമുളകും വെളുത്തുള്ളി റെഡി ആയിട്ടുണ്ട്. ഇതും നമുക്ക് മാറ്റാം. എണ്ണയ്ക്കകത്തോട്ട് ഈ മീനൊക്കെ ഒരു 2 സൈഡിൽ ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നവരെ എടുത്താൽ മതി. ഡീപ് ഫ്രൈ ചെയ്യണ്ട, ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് 2 സൈഡും ഒന്ന് മറിച്ചിടാം. മീൻ 2 സൈഡും ഒന്ന് ചെറിയതായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ഈ വറുത്തിട്ട് എടുക്കുമ്പോൾ നമ്മുടെ മീൻ അങ്ങനെ പൊടിയാതിരിക്കും കറിയിലിടുമ്പോൾ. ഇത് നമുക്കിപ്പോൾ എടുക്കാം. നമുക്ക് ഈ എണ്ണയ്ക്കകത്തോട്ട് ഇനി ഉള്ളി വഴറ്റിയെടുക്കാം. നല്ലതുപോലെ വഴഞ്ഞിട്ടുണ്ട്. ഒത്തിരി ക്രിസ്പി ആവണ്ട, നല്ല വഴന്ന് ഇതുപോലെ ബ്രൗൺ ആകാൻ തുടങ്ങുമ്പോഴത്തേനും നമുക്ക് ഈ ഉള്ളി മാറ്റാം. നമുക്കിനി ഈ എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ്, ഇത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മുളക് പൊടിയും വിനാഗിരി കൂട്ടി അരച്ചത്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് പച്ചമണം മാറുന്ന പോലെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. മസാല നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. നമുക്ക് മീനൊക്കെ ആകുമ്പോൾ ഇച്ചിരി എണ്ണയുള്ളത് നല്ലതാണ്. അതിനകത്ത് ഞാനിപ്പോൾ 2 വലിയ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുവാണ്. ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇത് നമുക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർക്കാം. ഇത് നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. നമുക്ക് മീനൊന്ന് ഇട്ട് മുങ്ങിക്കിടക്കാൻ വേണ്ടി 1 ഗ്ലാസ് വെള്ളവും കൂടെ വേണ്ടി വരും. ആ സമയത്ത് തന്നെ ഞാൻ ഇതിനകത്ത് 1 സ്പൂണ് സോയാ സോസ് ചേർക്കുവാണ്. നല്ലപോലെ ഒന്ന് തിളച്ചിട്ട് വേണം നമ്മൾ മീൻ ചേർക്കാൻ. അപ്പം നമ്മൾ ഈ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ സമയത്താണ് മീൻ ചേർക്കുന്നത്. മീൻ ചേർത്ത് നമ്മൾ ഒത്തിരി ഇളക്കല്ല, ചട്ടിയൊന്ന് ചെറുതായിട്ട് കുലുക്കി കൊടുത്ത് നമുക്ക് പാന് ഒരു 2-3 മിനിറ്റ് ഇത് നമുക്ക് സ്ലോയിലൊന്ന് വെക്കാം. അപ്പോഴത്തേനും നമുക്ക് മീൻ റെഡിയായി കിട്ടും. ഉപ്പും കൂടി നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ മീൻ വറുത്തപ്പോൾ ഉപ്പ് ഇട്ടതാ, നമുക്കെങ്കിലും കുറച്ച് ഗ്രേവിക്ക് വേണ്ടി വരും. ഇതൊന്ന് 2-3 മിനിറ്റ് വേവിക്കാം. നമുക്ക് ഈ കട ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. തവിയിട്ട് ഇളക്കല്ല, നമ്മുടെ മീൻ പൊട്ടിപ്പോകും. നല്ല റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ആ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കപ്പലണ്ടിയും ഒക്കെ അതിൻ്റെ മുകളിൽ ചേർക്കാം. ടൊമാറ്റോ ഫിഷ് നല്ല റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇതെല്ലാം ഒന്ന് ചേർക്കാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത്
വളരെ ടേസ്റ്റിയാണ്, ഒരു ഡിഫറെൻറ്റ് ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.